التمسك بالأثر نجاه. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബാണ് നാം രാവിലെ മുതൽ വായിക്കാൻ തുടങ്ങിയത്. ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത്, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീനേക്കാളും നല്ലതാണ് മറ്റുള്ളവരുടെ ഹദി എന്ന് പറയുകയാണെങ്കിൽ, അഥവാ പ്രവാചകന്റെ മാർഗത്തെക്കാളും നല്ലതാണ് മറ്റേതെങ്കിലും ഒരു വ്യക്തി കൊണ്ടുവന്നിരിക്കുന്ന മാർഗം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധികളെക്കാളും നല്ലതാണ് ജനങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച വിധികളെക്കാളും നല്ലതാണ് മറ്റുള്ളവർ ഉണ്ടാക്കിയിരിക്കുന്ന വിധികൾ എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതിൻ്റെ ചില സാഹചര്യങ്ങളും നാം പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചില ആളുകൾ വ്യാപകമായി ചില ഭരണകൂടങ്ങൾക്കെതിരിൽ കുഫർ ആരോപിക്കാൻ അവലംബിക്കുന്നത് ഈ ആയത്താണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. ആരെങ്കിലും അള്ളാഹു അവതരിപ്പിക്കാത്തത് വെച്ചുകൊണ്ട് വിധി നൽകുകയാണെങ്കിൽ അവൻ കാഫിറാകും എന്ന ഈ ആയത്തിനെ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ അവരുടെ ആശയമനുസരിച്ച് ഭരണകൂടങ്ങളെ തക്ഫീർ നടത്തുന്നത് ഇന്ന് വ്യാപകമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ വിശദീകരണം ലൈസ കുഫ്റൻ യൻഖുലു അനിൽ മില്ല, അത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കുഫ്റല്ല, മറിച്ച് ഒരു വ്യക്തി ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ട്, ശരിക്കത് മനസ്സിലാക്കണം, ഒരു വ്യക്തി അള്ളാഹുവിന്റെ വിധിയേക്കാളും നല്ലതാണെന്ന് വിശ്വസിച്ചാൽ അത് കുഫ്റാകും. പക്ഷേ ദേഹേച്ഛ പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും ഒരു വിധി നടപ്പിലാക്കുകയാണെങ്കിൽ, അള്ളാഹു വിധിച്ച വിധി അല്ലാതെ നടപ്പിലാക്കുകയാണെങ്കിൽ അതൊരു പാപമാണ്, അതൊരു തിന്മയാണ്, അതല്ലാതെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. പിന്നെ ഈ ആയത്ത് പോലെ തന്നെ തെളിവായി ഈ വാദം പറയുന്നവർ ഉദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്, ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധിയല്ലാത്ത വിധികൾ കൊണ്ട് വിധിവെക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ വിധി കൊണ്ടല്ലാതെ വിധിവെക്കുന്നത് കുഫ്റാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? നിങ്ങളത് നോക്കിയാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ വിഷയം പറയുന്നത് ചെങ്കിസ് ഖാന്റെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ചെങ്കിസ് ഖാൻ ഉണ്ടാക്കിയ യാസിഖിനെ കുറിച്ചുള്ള സംസാരത്തിന്റെ വേളയിലാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങൾ ആ ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം, ചെങ്കിസ് ഖാൻ ഉണ്ടാക്കിയ ഈ നിയമങ്ങൾ യാസിഖ്, അതിൽ അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളെ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കുകയും ചെയ്യുന്ന രീതി വ്യാപകമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അത് കുഫ്റാണ് എന്ന് പറഞ്ഞത്. അതിൽ ആർക്കും തർക്കമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും സമാനമായ ആശയം പറയുന്നുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളിൽ ഒരുവൻ കൈകടത്തലുകൾ നടത്തുകയും അതിലെ ഹലാലുകളെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും ചെയ്താൽ അത് കുഫ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഹാഫിദ് ഇബ്നു കസീർ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ്, ചെങ്കിസ് ഖാന്റെ യാസിഖിനെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരിൽ ചില ആളുകൾ, ചില ഇഖ്വാനികളും മറ്റും പറയുന്ന വാദമാണ്, UN-നോട് ചില ഭരണകൂടങ്ങൾ UN-ൽ ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ അധിക ഭരണകൂടങ്ങളും UN-നുമായി ബന്ധമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇഖ്വാനികളിൽപ്പെട്ട അല്ലെങ്കിൽ ഖവാരിജുകളിൽപ്പെട്ട ചില ആളുകൾ എന്ത് പറയും, UN-നുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് കുഫ്റാണ്. UN-നുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് കുഫ്റാണ്. പക്ഷെ അത് നിങ്ങൾ നോക്കിയാൽ അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്ന വിധിക്കെതിരായ ഒരു പ്രവർത്തനമോ മറ്റോ ഒന്നുമല്ല, മറിച്ച് അത് അനുവദനീയമായ ഒരു കാര്യമാണ്. അത് അനുവദനീയമായ രാജ്യാന്തര വിഷയങ്ങളിൽ പരസ്പരം സഹകരിക്കൽ, അവർക്ക് പറ്റുന്ന മേഖലകളിൽ സഹകരണം എന്നത് മാത്രമേ അതുകൊണ്ടുള്ള ഉദ്ദേശമുള്ളൂ. അതല്ലാതെ UN-ൽ ചേർന്ന അതിൻ്റെ അംഗങ്ങൾ അവർ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കണം എന്നൊരു ബാധ്യതയൊന്നും അവർക്ക് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സൗദി നോക്കിയാൽ, സൗദി അതിലെ ഒരു ഭാഗമാണെങ്കിലും സൗദിയിൽ നടപ്പിലാകുന്നത് അൽഹംദുലില്ലാഹ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിധിവിലക്കുകൾ തന്നെയാണ്. അപ്പം അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നത് തന്നെ ഇസ്ലാം വിലക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹുദൈബിയയിൽ ജൂതന്മാരുമായി അല്ലെങ്കിൽ മക്കയിലെ കാഫിര്യങ്ങളുമായി സഖ്യമുണ്ടാക്കിയതായി നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് UN സൗദി ചേർന്ന സമയം, ആ സമയത്തുണ്ടായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖ് ആണെങ്കിലും അതുപോലെ തന്നെ ഷെയ്ഖ് സഅദ് ബിൻ അതീഖും ഷെയ്ഖ് ബിൻ ബാസും ഇങ്ങനെയുള്ള ഒരു ആലിമും അതിനെ എതിർത്തിട്ടില്ല. മാത്രമല്ല ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് ബിൻ ഉസൈമീൻ അവരോടൊക്കെ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അത് അനുവദനീയമാണ് എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാര്യം, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന അഞ്ചാമത്തെ കാര്യം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറയുന്നു, മൻ അബ്ഗള ശൈഅൻ മിമ്മ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫർ. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യത്തെ വെറുക്കുകയാണെങ്കിൽ, അവനത് ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ കാഫിറാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വളർത്താൻ വേണ്ടി പഠിപ്പിച്ചു, അതെനിക്കിഷ്ടമല്ല, അത് ആ പ്രവാചകന്റെ വിധിയെ ഞാൻ വെറുക്കുന്നു. അയാൾ നല്ല നീണ്ട താടിയുള്ള ആളായിരിക്കാം, എങ്കിലും ആ വ്യക്തി കാഫിറാകും. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വിധിയെയാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു ഹുക്കുമിനെയാണ് ആ വ്യക്തി വെറുത്തിരിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം നാം നേരത്തെ പറഞ്ഞതുപോലെ അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്, അള്ളാഹുവിന് പരിപൂർണമായി വഴിപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പ്രവാചകന്റെ അധ്യാപനങ്ങളെ വെറുത്താൽ അവൻ കാഫിറാകുന്നതാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളെ വെറുത്താൽ അവൻ കാഫിറാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന വിഷയങ്ങൾ അത് തൃപ്തിപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, ജനങ്ങൾ ഈമാനുള്ളവരാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ താങ്കളുടെ വിധിയിൽ അവർ സ്വീകരിക്കുന്നത് വരെ, ثم لا يجدوا في أنفسهم حرجا مما قضيت, പിന്നെ പ്രവാചകന്റെ വിധിയിൽ അവർക്കൊരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ വിശ്വാസികളുടെ നിബന്ധന എന്താണ്? പ്രവാചകന്റെ വിധിയെ പരിപൂർണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് കാഫിരീങ്ങളുടെ സ്വഭാവമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വല്ലദീന കഫറു ഫതഅസൽ ലഹും വഅളല്ല അഅമാലഹും ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിനെ വെറുക്കുക എന്നുള്ളത് കാഫിരിങ്ങളുടെ സ്വഭാവമായി സൂറത്തു മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, കുഫ്റാകുന്ന വെറുപ്പ് അതെന്താണ്? അള്ളാഹുവിൻ്റെ വിധിയെ വെറുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിലുള്ള തീരുമാനത്തെ നാം വെറുക്കുക. ഉദാഹരണത്തിന് താടി വെക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചു. ഒരാൾ പറയാണ്, എനിക്ക് താടി വെക്കുക എന്ന ഇസ്ലാമിൻ്റെ അധ്യാപനത്തോട് വെറുപ്പാണ്, അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറാകും. എന്നാൽ ഒരാൾ പറയാണ്, ഇന്നയാളുടെ താടി അതെനിക്കിഷ്ടമല്ല, ഇന്ന വ്യക്തി വെച്ചിരിക്കുന്ന താടി എനിക്കിഷ്ടമല്ല, ആ വ്യക്തിയിൽ എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ അതെന്താവില്ല? കുഫറാവില്ല. മറിച്ച് അത് ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, അത് ഫിസ്ഖിന്റെ ഭാഗമാണ്. അതല്ലാതെ അത് കുഫറാവുകയില്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളോട് മാനുഷികമായി നമുക്കൊരു പ്രയാസം തോന്നിയേക്കാം, അത് കുഫറാവണമെന്നില്ല. ഉദാഹരണത്തിന് യുദ്ധം ഇസ്ലാമിന്റെ ഒരു വിധിയാണ്. അള്ളാഹു പറയുന്നു, കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു സഹാബത്തിനോട്. വഹുവ കുർഹുൽ ലക്കും, അതിനോട് നിങ്ങൾക്ക് പ്രയാസമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടക്കേടുണ്ട്. അതിനർത്ഥം സഹാബികൾ ദീനിന്റെ ആ വിധിയെ വെറുത്തു എന്നാണോ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുന്നു, കാനൽ ജിഹാദു കുർഹൻ, എന്തുകൊണ്ടാണ് ജിഹാദിനോട് ഇഷ്ടക്കേടുണ്ടെന്ന് പറഞ്ഞത്? ലിഅന്ന ഫീഹി ഇഖ്റാജൽ മാൽ, അതിൽ സമ്പാദ്യം ചെലവഴിക്കണം. വമുഫാറഖതൽ വതൻ വൽ അഹ്ൽ, നാടും വീടുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര പോകണം. വത്തഅറുദ ബിൽ ജസദി ലിശ്ശിജാജി വൽ ജിറാഹി, ആ യുദ്ധത്തിൽ മുറിവുകൾ ഏൽക്കാൻ സാധ്യതയുണ്ട്, മുറിവുകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി നാട് വിട്ടു പോകേണ്ട ആ ഒരു മനസ്സിൻ്റെ അകത്തുള്ളൊരു വിഷമം, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, അത് കുഫറാകുന്ന കാര്യമല്ല. ഏതുപോലെ ഇന്ന് ചില സ്ത്രീകൾക്ക് ഭർത്താവ് ഒന്നിലധികം വിവാഹം ചെയ്യുന്നതിനോട് പ്രയാസമുണ്ടാകും. അപ്പോൾ അവരെന്ത് പറയും? ചില പുരുഷന്മാർ കാര്യം നേടിയെടുക്കാൻ അവർ പറയും, അങ്ങനെ എതിർക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ പ്രയാസം തോന്നൽ തന്നെ അള്ളാഹുവിൻ്റെ വിധിക്ക് എതിരാവലാവോ? ഇല്ല.
അത് അവരുടെ തബീഅത്താണ്. ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം മറ്റൊരാൾക്ക് പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആ സ്ത്രീ ആ ഒരു കാരണത്താൽ അവർ അള്ളാഹുവിൻ്റെ വിധിയെ പഴക്കുന്നതോ അല്ല, അള്ളാഹുവിൻ്റെ വിധിയെ കുറ്റം പറയുന്നതോ അല്ല, മറിച്ച് ഇന്ന വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ എനിക്കതിലൊരു പ്രയാസമുണ്ടാകും, എൻ്റെ കൂടെ എല്ലാ ദിവസവും ഉണ്ടാകുകയില്ല, ആ ഒരു പ്രയാസം ഒരു സ്ത്രീ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്നല്ല കുഫറിൻ്റെ ഭാഗമല്ല, അത് വേറെ തന്നെ കാര്യമാണ്. അതുകൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇത് പഠിച്ചിട്ട് നിങ്ങൾ നാളെ പോയിട്ട് മുതലെടുക്കാൻ പാടില്ല. അതിനുശേഷം ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു, ആറാമത്തെ കാര്യം മനിസ്തഹ്സഅ. ഇതൊക്കെ വ്യക്തമായ വിഷയങ്ങളായതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ആറാമത്തെ കാര്യം മനിസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ തവാബി. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ദീൻ, ആ ദീനിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കുകയാണെങ്കിൽ, ഔ തവാബി അല്ലെങ്കിൽ ദീനിലുള്ള ഒരു പ്രതിഫലത്തെ വിമർശിച്ചു പരിഹസിച്ചു, ഔ ഇഖാബി അല്ലെങ്കിൽ ദീനിൽ പറയപ്പെട്ട ഒരു ശിക്ഷയെ കുറ്റം പറഞ്ഞാൽ, അതിനെ പരിഹസിച്ചാൽ, കഫർ, അവൻ കാഫിറാകുന്നതാണ്. വദ്ദലീലു, അതിൻ്റെ തെളിവെന്താണ്? അള്ളാഹു പറയുന്നു, ഖുൽ, പ്രവാചകരെ അവരോട് ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ആയാത്തുകളെയും കൊണ്ടാണോ നിങ്ങൾ തമാശ കളിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഒരു കാരണവും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങൾ ഇതാ കാഫിരീങ്ങളായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ ഒരുവൻ പരിഹസിച്ചാൽ അവൻ കാഫിറാകും. അള്ളാഹുവിൻ്റെ ദീനിനെ ഒരുവൻ പരിഹസിച്ചാൽ അവൻ കാഫിറാകും. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയ്ക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആരെങ്കിലും ദീനിൻ്റെ ഒരു ഷിആർ, ഉദാഹരണത്തിന് താടി വെക്കുന്ന കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ താടി വെച്ചവനെ പരിഹസിക്കുകയാണ്. അത് താടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രവർത്തനം, അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവർത്തനത്തെ അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ടല്ല, മറിച്ച് ഇസ്ലാം ഇങ്ങനെ കൽപ്പിച്ചതിൻ്റെ പേരിൽ അതിനെ പരിഹസിക്കുകയാണെങ്കിൽ, ചിലർ ചോദിക്കൂലേ, എന്തിനാ ഇങ്ങനെ താടി നീട്ടി വളർത്തുന്നത്, അല്ലെങ്കിൽ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചാൽ എന്തേ വെള്ളപ്പൊക്കമുണ്ടോ എന്നിങ്ങനെ ദീനിൻ്റെ അഹ്കാമുകളെ പരിഹാസ രൂപത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് കുഫറാകുന്ന പ്രവർത്തനമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മോശം പറയുകയാണെങ്കിൽ, പരിഹസിക്കുകയാണെങ്കിൽ അതും കുഫറാകുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അസ്വാരിമുൽ മസ്ലൂൽ എന്ന കിതാബിൽ പറഞ്ഞു, ഖാലൽ ഇമാമു ഇസ്ഹാഖ് ഇബ്നു റാഹോയ അഹദുൽ അഇമ്മത്തിൽ അഅലാം. ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹോയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർ മാത്രമല്ല മുസ്ലിമീങ്ങൾക്കിടയിൽ ഏക അഭിപ്രായമാണ്, അന്ന മൻ സബ്ബല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ ചീത്ത പറഞ്ഞാൽ, ഔ സബ്ബ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ പ്രവാചകനെ ചീത്ത പറഞ്ഞാൽ, ഔ ദഫഅ ശൈഅൻ മിമ്മാ അൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ, ഔ ഖതല നബിയ്യൻ മിൻ അംബിയാഇല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ ഏതെങ്കിലും നബിമാരെ വധിക്കുകയാണെങ്കിൽ, അന്നഹു കാഫിറുൻ ബിദാലിക് വഇൻ കാന മുഖിറൻ ബികുല്ലി മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവൻ അംഗീകരിക്കുന്നു, പക്ഷേ പ്രവാചകനെ കുറ്റം പറയുക, അങ്ങനെയാണെങ്കിൽ അവൻ കാഫിറാകുമെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല എന്ന് ഷെയ്ഖ് ഇസ്ഹാഖ് ഇബ്നു റാഹോയ റഹിമഹുല്ലാ, മുഹദ്ദിഥ, വലിയ പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞതായി ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. ഇപ്പം രണ്ട് കാര്യങ്ങൾ ഏകദേശം ഒരേ അർത്ഥത്തിലുള്ളതുപോലെയാണ്. പരിഹസിക്കലും അതിനെ അത് തൃപ്തിപ്പെടാതിരിക്കലും, ഈ രണ്ട് കാര്യവും കുഫറാകുന്ന വിഷയമാണ്. ഏഴാമത്തെ കാര്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു, അസ്സിഹ്റു, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഏഴാമത്തെ കാര്യം സിഹ്റാണ്. വമിൻഹു, ആ സിഹറിൽ പെട്ടതാണ് അസ്സർഫു വൽ അത്ഫു. സിഹറിന്റെ രണ്ട് ഇനങ്ങളാണ്, സിഹ്റു സർഫും സിഹ്റുൽ അത്ഫും. അതിന്റെ വിശദീകരണം നമുക്ക് പറയാം. ഫമൻ ഫഅല, ആരെങ്കിലും ഈ സിഹർ ചെയ്താൽ, ഔ റളിയ ബിഹി, അല്ലെങ്കിൽ ആ സിഹറിൽ തൃപ്തിപ്പെട്ടു, അയാൾ സിഹർ ചെയ്യുന്നില്ല പക്ഷേ ചെയ്യുന്നതിൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, സിഹർ അതിനെക്കുറിച്ച് അയാൾക്ക് പ്രത്യേകിച്ച് മോശം അഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ, കഫർ, അയാൾ കാഫിറാണ്. വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് ഈ വിഷയത്തിലുള്ള തെളിവ്? വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഹാറൂത്തും മാറൂത്തും രണ്ട് മലക്കുകളാണ്. അവരുടെ അരികിൽ ആര് സിഹർ പഠിക്കാൻ വേണ്ടി വന്നാലും അവരെന്ത് പറയും? വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന, നിങ്ങളിത് പഠിച്ച് ഫിത്നയിൽ അകപ്പെടരുത്. ഫലാ തക്ഫുർ, അത് നിങ്ങളെ കുഫറിലേക്ക് എത്തിക്കും എന്ന അർത്ഥത്തിൽ
ഹാറൂത്തും മാറൂത്തും പഠിക്കാൻ വേണ്ടി വരുന്നവരോട് പറയാറുണ്ട്. അഥവാ സിഹർ പഠിക്കാൻ വേണ്ടി വരുന്നവരോട് ഹാറൂത്തും മാറൂത്തും ഈ രണ്ട് മലക്കുകൾ അവരെന്ത് പറയും? നിങ്ങളിത് പഠിക്കരുത്, നിങ്ങളെ കുഫറിലേക്ക് എത്തിക്കും. ഇതാണ് സിഹർ കുഫറാണ് എന്നതിൻ്റെ തെളിവ്. സിഹർ കുഫറാണ് എന്നതിൻ്റെ തെളിവ്. എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറയുന്നു, ഇബാറത്തുൻ അനി ഷൈഇൽ ഖഫി. സിഹർ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് സിഹർ എന്ന് പറയുക. അസ്ഹരി റഹിമഹുല്ല പറയുന്നതായി കാണാം, അസ്ലു സിഹ്രി സർഫു ശൈഇ അൻ ഹഖീഖതിഹി ഇലാ ഗൈരി. ഒന്നിനെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനാണ് സിഹർ എന്ന് പറയുക. ഒന്നിനെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മറ്റൊന്നായി തോന്നിപ്പിക്കുക. ഇപ്പം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവത്തിൽ വടിയിടുമ്പോൾ അത് പാമ്പായി ആളുകൾക്ക് തോന്നുക, അതിനാണ് സിഹർ എന്ന് പറയുക. കൺകെട്ട് വിദ്യ, ജാലവിദ്യ, മാരണം എന്നൊക്കെ പൊതുവിൽ നമ്മൾ പറയാറുണ്ട്. സിഹറിന് ധാരാളം ഇനങ്ങളുണ്ട്. അതിൽ 2 ഇനങ്ങളാണ് ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞത്, സർഫും അത്ഫും. അതുകൊണ്ട് തന്നെ ഈ ധാരാളം ഇനങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വിവക്ഷ ഇതാണ് സിഹറിൻ്റെ നിർവചനം എന്ന് പറയുക സാധ്യമല്ല. അല്ലാമ മുഹമ്മദ് അൽ അമീൻ അഷ്ശൻഖീതി റഹിമഹുല്ലാഹ് അദ്വാഉൽ ബയാനിൽ പറയുന്നു, ധാരാളം ഇനങ്ങൾ സിഹറിനുള്ളത് കൊണ്ട് ജാമിഅയ മാനിഅയ എല്ലാ സിഹറിനെയും ഉൾക്കൊള്ളുന്ന ഒരു നിർവചനം പറയുക സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാം. ഇനി സിഹറിൻ്റെ ചരിത്രങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ, സിഹർ വളരെ പഴയ കാലഘട്ടം മുതൽ തന്നെ ഉള്ളതാണ്. സുലൈമാൻ ഇബ്നു അബ്ദില്ല റഹിമഹുല്ല പറയുന്നു, അസ്സിഹ്റു മുഹറമുൻ ഫി ജമീഇ അദിയാനിർ റുസുൽ. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരുടെയും ദീനിൽ സിഹർ നിഷിദ്ധമായിരുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ദീനിൽ എന്തുണ്ട്? സിഹർ ഉണ്ടായിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ സംസാരം അദ്ദേഹം തൈസൂറുൽ അസീസ് അൽ ഹമീദിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഖുർആനിലേക്ക് നോക്കിയാൽ അല്ലാഹു പറയുന്നു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ, ഏത് പ്രവാചകന്മാർ വന്നാലും അവരെന്ത് പറയും? ഒന്നുകിൽ സാഹിറാണെന്ന് പറയും, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് പറയും. സാഹിർ എന്ന് പറഞ്ഞാൽ മരണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ പറയും ഭ്രാന്തനാണ്. അപ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ എന്തുണ്ട്? സിഹർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും സിഹർ നിലനിന്നിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു അൽ ബഖറയിലെ 102-ാമത്തെ വചനം, വത്തബഉ മാ തത്ലു ശയാത്തീൻ എന്ന് പറയുന്ന സിഹറിനെ കുറിച്ച് അതിനെ പഠിപ്പിച്ച ഹാറൂത്തും മാറൂത്തും ഈ 2 മലക്കുകൾ, ആ ചരിത്രം പറയുമ്പോൾ അള്ളാഹു പരാമർശിച്ച പ്രദേശമാണ് ബാബിൽ. അള്ളാഹു പരാമർശിച്ച ആയത്തിൽ പരാമർശിച്ച പ്രദേശമാണ് ബാബിൽ എന്നുള്ളത്. എവിടെയാണ് ബാബിൽ? ഇറാഖിലാണ്. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാബിൽ എന്ന് പറയുന്ന പ്രദേശം. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ബാബിലിനെ പരാമർശിച്ചത്? ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാ, വളരെ ചരിത്രത്തിൽ പേര് കേട്ട ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ലിഅന്ന സിഹ്റ കാന റായിജൻ ഇൻദഹും. കാരണം സിഹർ അത്രയും അധികം വ്യാപകമായി ചരിത്രം രേഖപ്പെടുത്തിയ സ്ഥലമാണ് ബാബിൽ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ബാബിലിനെ കുറിച്ച് പരാമർശിച്ചത്. അതുപോലെ തന്നെ സിഹർ പഴയ കാലം ചരിത്രം നിങ്ങൾ നോക്കിയാൽ പണ്ട് മുതലേ വ്യാപകമായ സ്ഥലമായിരുന്നു ഇന്ത്യ, അതുപോലെ തന്നെ ഈജിപ്ത്, അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലും സിഹർ വളരെയധികം വ്യാപകമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സിഹർ പടരാനുള്ള ഒരു കാരണം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സിഹർ വരാനുള്ള ഒരു കാരണം, പണ്ട് മുസ്ലിമീങ്ങൾ അന്ദലുസ് ഭരിച്ചിരുന്നു വർഷങ്ങളോളം. സ്പെയിന് ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. ഈ സമയം ചില ജൂതന്മാർ, ഇതിനിടയിൽ ഒരു ഫായിദ എന്ന നിലയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്പെയിനിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കണം. മുസ്ലിമീങ്ങൾ അവിടെ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ പുരോഗമനം, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ എത്രമാത്രം വിദ്യാഭ്യാസ മേഖലകളിലും അവരുടെ നാഗരികതയും എത്രമാത്രം ഉന്നതിയിലായിരുന്നു എന്നത് സ്പെയിനിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വളരെ വലിയൊരു വിപ്ലവം ഉണ്ടായിരുന്ന സ്ഥലമാണ് അന്ദലൂസ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രങ്ങളിൽ കാണാം, ഇന്ന് പലരും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് പോലെ അന്ന് അവിശ്വാസികൾ പഠിക്കാൻ വേണ്ടി വരാറുള്ള സ്ഥലമാണ് സ്പെയിൻ. അവരവിടെ വരികയും അന്ദലൂസിൽ വരികയും മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യും. ഇന്ന് ചില ആളുകൾ
ചില വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയിൽ 2 ഇംഗ്ലീഷ് വാക്കൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ആ കാലഘട്ടത്തിൽ ആളുകൾ അന്തലുസിൽ വന്ന് പഠിക്കുകയും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോയാൽ അവരുടെ സംസാരങ്ങളിൽ അറബി വാക്കുകൾ കലർത്തുകയും ചെയ്യാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അന്തലുസിൽ മുസ്ലിമീങ്ങൾ ഇത്ര വലിയ ഇസ്സത്തിൽ താമസിക്കുന്ന സമയത്ത് ചില ജൂതന്മാർ ആ പ്രദേശത്ത് വന്ന് താമസിക്കുകയും അങ്ങനെ അവിടെയുള്ള ആളുകൾക്ക് അവർ സിഹർ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. മുസ്ലിമീങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കും. ഈ ജൂതന്മാർ മറ്റൊരു കാര്യം, ഈ ജൂതന്മാരെ കുറിച്ച് നിങ്ങൾ വായിക്കണം. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താ? ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ. അവർ വലിയ ഫിത്ന ഉണ്ടാക്കുന്നവരാണ്. നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും ഫിത്ന ഉണ്ടാക്കുന്നവരാണ് ജൂതന്മാർ. ദുനിയാവിലും ആഖിറത്തിലും ഏത് ഫിത്ന ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കിയാൽ മുസ്ലിമീങ്ങളുടെ ഹിജാബ് അഴിച്ചു വെക്കുന്നത്, ആണും പെണ്ണും കൂടിക്കലരുന്ന സമ്പ്രദായം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചവർ ജൂതന്മാരാണ്. നിങ്ങൾ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. പഴയ കാലഘട്ടത്തിൽ സ്കൂൾ സമ്പ്രദായങ്ങളിൽ മിക്സിംഗ് ആകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചരിത്രത്തിൽ വന്നത്. അതുപോലെ തന്നെ ഇന്ന് സാമ്പത്തിക മേഖലയിൽ ലോകത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ മറ്റും നിശ്ചയിക്കുന്നതിൽ അതിൻ്റെ അടിസ്ഥാനം സ്വർണ്ണമാണ്. അങ്ങനെ പല ചർച്ചകളുണ്ടല്ലോ. ഇതിലൊക്കെ നല്ലൊരു പങ്ക് വഹിച്ചിരുന്ന വിഭാഗമാണ്, അല്ലെങ്കിൽ ഇന്നും വഹിക്കുന്നവരാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഫിത്ന മുസ്ലിമീങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പലതരത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം. ഞാൻ പറഞ്ഞത്, ജൂതന്മാർ അന്തലുസിലേക്ക് വരികയും സ്പെയിനിലേക്ക് വരികയും അവിടെ വെച്ച് അവർ ജനങ്ങൾക്കിടയിൽ സിഹർ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ് ജംഇയ്യത്തുൽ ഖുബ്ലാനിയ എന്ന് പറയുന്ന ഒരു സംഘടന. തൽമൂദിൻ്റെ അധ്യാപനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അവർ ഒരു സംഘടന ഉണ്ടാക്കുകയും പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ അവർക്ക് ഒന്നുകൂടി വിശാലത ലഭിച്ചപ്പോൾ അവർ ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും അവിടെ വെച്ച് സിഹർ പഠിപ്പിക്കുന്ന പ്രവണത വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സിഹർ വ്യാപകമായത്. ഇനി സിഹറിൻ്റെ മറ്റൊരു വശം നാം മനസ്സിലാക്കേണ്ടത്, സിഹർ ബാധിക്കും. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് സിഹർ മാരണം അത് ബാധിക്കുക തന്നെ ചെയ്യും. അത് രണ്ട് രൂപത്തിലാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച്. ഒന്ന് ഹഖീഖി, യഥാർത്ഥത്തിൽ സിഹർ ബാധിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഒരു വ്യക്തിയെയും അയാളുടെ ഭാര്യയെയും തമ്മിൽ സിഹർ മുഖേന വേർപിരിയും. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടാകും, അവർ തമ്മിൽ ബന്ധവിച്ഛേദനമുണ്ടാകും. അത് എന്തിലൂടെ നടക്കുന്നതാണ്? സിഹറിലൂടെ. അപ്പം അതിന് യാഥാർത്ഥ്യമുണ്ട്. സിഹർ ചെയ്ത കാരണത്താൽ രണ്ടുപേരുടെ ബന്ധങ്ങൾ തെറ്റുന്നു. അതുപോലെ തന്നെ സിഹറിന് ആളുകളെ രോഗം ബാധിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത്. സിഹറിലൂടെ ആളുകൾക്ക് രോഗമുണ്ടാകും. സിഹറിലൂടെ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ കൊലപാതകത്തിൻ്റെ വിധിവിലക്കുകൾ ഫിഖഹിൻ്റെ കിതാബുകളിൽ പറയുമ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് പറയുക. 1 മനഃപൂർവ്വമുള്ള കൊല, 2 തെറ്റിപ്പോയിട്ടുള്ള കൊല, അതുപോലെ തന്നെ മനഃപൂർവ്വത്തിനോട് സാദൃശ്യമുള്ള കൊല എന്നീ 3 അംദ്, ശിബുൽ അംദ്, ഖത, ഈ 3 ഘട്ടങ്ങളായി തിരിക്കാറുണ്ട്. അതിൽ ഫുഖഹാക്കൾ മനഃപൂർവ്വമുള്ള കൊലയുടെ രൂപത്തിൽ പറയുമ്പോൾ അതിൽ പറയുന്ന ഒരു രൂപമാണ് സിഹർ കൊണ്ടുള്ള കൊല. സിഹർ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമുള്ള കൊലയായി അതിനെ ഖവദ് നടപ്പിലാക്കും, ഖിസാസ് നടപ്പിലാക്കും. അത് ശരീഅത്തിന്റെ വിധിവിലക്കുകളിൽപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത്, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. അസ്സിഹ്റു ഹഖീഖിയ്യുൻ. സിഹറിന് യാഥാർത്ഥ്യമുണ്ട്. അഥവാ ഒരു വസ്തുവിനെ പ്രയാസത്തിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ സിഹറിന് സാധിക്കും. അതുപോലെ തന്നെ സിഹറിൻ്റെ മറ്റൊരു ഇനമാണ് തോന്നിപ്പിക്കുക എന്നുള്ളത്. തഖീലി എന്ന് പറയും. സിഹ്റുൻ തഖീലി എന്ന് പറയും. അഥവാ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ കൺകെട്ട് വിദ്യ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാണുന്നവർക്ക് തോന്നും ഇങ്ങനെ മാറിയിട്ടുണ്ട് എന്നുള്ളത്. എന്താണ് അതിന് തെളിവ്? അള്ളാഹു പറയുന്നു, ഫൈദ ഹിബാലുഹും, മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ, ഫൈദ ഹിബാലുഹും വഇസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ വടികളിട്ടപ്പോൾ യുഖയ്യലു ഇലൈഹിം, അവർക്ക് തോന്നിപ്പിക്കപ്പെട്ടു, അന്നഹാ തസ്ആ, അത് ചലിക്കുന്നതായിട്ട്. അത് യഥാർത്ഥത്തിൽ ചലിക്കുന്നില്ല, മറിച്ച് അത് ചലിക്കുന്നതായി അവർക്ക് തോന്നി എന്ന് അള്ളാഹു പറയുന്നു. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞു, സഹറു അഅ്യുനൻ നാസ്. അവിടെ ചെയ്തത് എന്താണ്? കണ്ണിനാണ് അവിടെ സിഹർ ബാധിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ അത് ചലിച്ചതല്ല.
അതാണ് ഇന്ന് ചില മാജിക്കുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാകാം. ഒരു വ്യക്തിയെ കൊണ്ടുവരും, അദ്ദേഹത്തെ മുറിക്കും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല ഒരു ഭാഗത്താക്കും, ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു ഭാഗത്താക്കും. ഇത് കാണുന്നവർ ഒരുപക്ഷെ അത്ഭുതപ്പെടും. ഇത് വാസ്തവത്തിൽ കൺകെട്ട് വിദ്യയാണ്. ഇത് പഴയ കാലം മുതൽ നടക്കുന്നതാണ്, ഇന്നാരെങ്കിലും കൊണ്ടുവന്നതല്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ല അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ മുന്നിലേക്ക് പോയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം അദ്ദേഹം കണ്ടതായി അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇവിടെ അഹ്ലുസുന്നയുടെ അഖീദയിൽ രണ്ട് സിഹറുമുണ്ട്, ഹഖീഖിയുമുണ്ട്, തഖീലിയുമുണ്ട്. രണ്ടും സംഭവിക്കും, രണ്ടിനും തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചത് ഏത് സിഹറാണ്? ഹഖീഖിയായിരുന്നു. പ്രവാചകൻ അതിൻ്റെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ മുഅ്തസിലിയാക്കൾ അവർ പറയുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല, അങ്ങനെ ഒരു യാഥാർത്ഥ്യം സിഹറിന് ഇല്ല, മറിച്ച് കൺകെട്ട് വിദ്യ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മുഅ്തസിലിയാക്കളുടെ വാദം. അത് അഹ്ലുസുന്നയുടെ വാദമല്ല. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഒരു വസ്തുവിനെ പരിപൂർണമായി മറ്റൊരു വസ്തുവാക്കി മാറ്റാൻ സാഹിര്യങ്ങൾക്ക് സാധിക്കുമോ? ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു അഅലം ഏറ്റവും ശരിയായ അഭിപ്രായം സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അൽ ഖൗലുൽ മുഫീദിൽ പറഞ്ഞു, ലാ യസ്തതിഉ ഖൽബൽ അഅയാനി ഇലാ അഅയാനിൻ ഉഖ്റ. ചില വസ്തുക്കളെ മറ്റു ചില വസ്തുവാക്കാൻ, ഉദാഹരണത്തിന് ഈ ഫോണിനെ ഒരു ഗോൾഡ് ആക്കാൻ ഒരു സാഹിർ വിചാരിച്ചാൽ എന്തെയില്ല, സാധിക്കുകയില്ല. മുസ്വർ ദിമ്മീനി അദ്ദേഹം സിഹറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം, വലൗ കാന ദാലിക മുംകിന, അത് അഥവാ സാധിക്കുമായിരുന്നെങ്കിൽ ലകാന സഹറതു അഗ്ന നാസ്, ഇന്നുള്ള സാഹിര്യങ്ങൾ മരണവിദ്യക്കാർ അവരായിരിക്കും ഏറ്റവും വലിയ സമ്പന്നർ. വകാനു മുലൂകൽ ആലം, അവർ ലോകത്തെ രാജാക്കന്മാരായി വാഴുമായിരുന്നു എന്ന് മുസ്വർ ദിമ്മീനിയുടെ സംസാരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞ കാര്യം, സിഹർ വമിൻഹു അസ്സർഫു വൽ അത്ഫു, സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അസ്സർഫു വൽ അത്ഫു. ധാരാളം ഇനങ്ങളുണ്ട്, അതിൽ 2 ഇനങ്ങൾ. എന്തുകൊണ്ടാണ് ഈ 2 ഇനങ്ങൾ മാത്രം പറഞ്ഞത്? ഇതാണ് ഇന്ന് ധാരാളമായി നടക്കുന്നത്. എന്താണ് സിഹറുൽ അത്ഫ് എന്ന് പറഞ്ഞാൽ? 2 ആളുകൾ തമ്മിൽ ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി ചെയ്യപ്പെടുന്ന സിഹർ. 2 ആളുകൾ തമ്മിൽ ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ. ഭാര്യയും ഭർത്താവുമാകാം, 2 സുഹൃത്തുക്കൾ തമ്മിലാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു വസ്തുവിനോട് തീരെ ഇഷ്ടമല്ല, എന്തെങ്കിലും ഒരു സാധനം തീരെ ഇഷ്ടമല്ല, സാഹിറിനെ സമീപിച്ചു, സാഹിർ സിഹറിലൂടെ ആ വസ്തുവിനോട് ഇഷ്ടമുണ്ടാക്കി തരും. അതൊരു പക്ഷേ അതിനെ കാണുമ്പോൾ കൺകെട്ട് വിദ്യ കൊണ്ട് മറ്റൊരു രീതിയിൽ അതിനെ നോക്കിക്കാണുന്നതാകാം, എന്തുമാകാം. അപ്പൊ ഈ രൂപത്തിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവർ പരസ്പരം തമ്മിൽ ഇഷ്ടമുണ്ടാക്കി കൊടുക്കുന്ന സിഹറിനാണ് എന്ത് പറയുന്നത്? സിഹ്റുൽ അത്ഫി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സിഹ്റുസ് സർഫാണ്. സിഹ്റുസ് സർഫ് അഥവാ 2 പേർ തമ്മിൽ ബന്ധമില്ലാതിരിക്കാൻ, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിഹർ. 2 പേർ, ഒന്നുകിൽ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ 2 കച്ചവടക്കാർ തമ്മിൽ, 2 കച്ചവടക്കാർ അല്ലെങ്കിൽ 2 ആളുകൾ ഒന്നിച്ച് ബിസിനസ് ചെയ്യുന്നു. മൂന്നാമതൊരു വ്യക്തിയുടെ കച്ചവടത്തിൽ അത് ബാധിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഒരു സാഹിറിനെ സമീപിച്ച് സിഹർ ചെയ്യും. അതിലൂടെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ 2 ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകാൻ, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന സിഹറിനാണ് സിഹ്റുസ് സർഫ് എന്ന് പറയുന്നത്. സിഹ്റുസ് സർഫ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇവിടെ മറ്റൊരു കാര്യം, സിഹർ അത് സാധാരണക്ക് വിപരീതമായ ഒരു പ്രവർത്തനമായിരിക്കും. പൊതുവെ സാധാരണക്ക് വിപരീതമായ ഒരു പ്രവർത്തനമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് വടി നമുക്ക് പാമ്പായി കാണുക, ഇങ്ങനെ ഒരു സാധാരണക്ക് വിപരീതമായ പ്രവർത്തനമായിരിക്കും. അപ്പോൾ മുഅ്ജിസത്തും സിഹറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുഅ്ജിസത്തും സിഹറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, സിഹർ പഠിച്ചെടുക്കാൻ സാധിക്കും, മുഅ്ജിസത്ത് ഒരിക്കലും പഠനത്തിലൂടെ സാധിക്കുകയില്ല. സിഹർ ഒരാൾക്ക് പഠിച്ചെടുക്കാം, അതിൻ്റെതായ അധ്യാപനങ്ങളും മറ്റും പാലിച്ച് അതിൻ്റെതായ മര്യാദകളിലൂടെ പോയാൽ ഒരാൾക്ക് സിഹർ പഠിക്കാം. പക്ഷേ മുഅ്ജിസത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. രണ്ടാമത്തേത്, സിഹർ സംഭവിക്കുന്നത് ഫാജിരിങ്ങളിൽ നിന്നാണ്, വൃത്തികെട്ട മോശക്കാരിൽ നിന്നാണ്. എന്നാൽ മുഅ്ജിസത്ത് സംഭവിക്കുന്നത് അമ്പിയാക്കളിൽ നിന്നാണ്. ഇപ്പൊ കറാമത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. മുഅ്ജിസത്ത്, കറാമത്ത് എന്ന വേർതിരിവ് സലഫുകൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിലാണ് നബിമാരിൽ നിന്നുള്ളതിന് മുഅ്ജിസത്തും അതല്ലാതെ സാലിഹ്യങ്ങളിൽ നിന്നുള്ളതിന് കറാമത്തും എന്ന് പേര് വന്നത്. മൂന്നാമത്തെ കാര്യം, മുഅ്ജിസത്തിനെ തോൽപ്പിക്കുക സാധ്യമല്ല, സിഹറിനെ തോൽപ്പിക്കാൻ സാധിക്കും. അതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കണ്ടത്. തയ്യിബ്, സിഹർ കുഫറാണോ? നമ്മൾ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയം, ഈ കിതാബിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇജ്മാ, അത് കുഫറാണെന്ന് ഇജ്മാ ഉള്ളതായി സുലൈമാൻ ഇബ്നു സുഹ്മാൻ റഹിമഹുല്ലാ പറഞ്ഞത് നാം സൂചിപ്പിച്ചിരുന്നു.
അവിടെ നാം പറഞ്ഞു സിഹറിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അഭിപ്രായ വ്യത്യാസം? സിഹർ കുഫറാണോ അല്ലയോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിഹർ പഠിക്കൽ ഹറാമാണ് എന്ന കാര്യത്തിൽ ആർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും പറയുന്നു പഠിക്കാൻ പാടില്ല. പക്ഷെ അത് കുഫറാണോ? ഒന്നാമത്തെ അഭിപ്രായം ഇമാം അബു ഹനീഫയും അതുപോലെ മാലിക്കും ഇമാം അഹ്മദിന്റെ ചില അഭിപ്രായങ്ങളിലൊക്കെ സിഹർ നിരുപാധികം കുഫറാണ്. സിഹർ നിരുപാധികം കുഫറാണ്. ഒരു വ്യക്തി സിഹർ ചെയ്താൽ അവൻ കാഫിറാകും. എന്താണ് അവരുടെ തെളിവ്? സൂറത്തുൽ ബഖറയിലെ 102 നേരത്തെ നാം പറഞ്ഞ ആയത്ത് ഫലാ തക്ഫുർ, അതുപോലെ തന്നെ വലാകിന്ന ശയാത്തീന കഫറു തുടങ്ങിയ ആയത്തുകളാണ് അവർ തെളിവായി പറയുന്നത്. അത് വ്യാപകമായി എല്ലാവരും കേട്ടിരിക്കുന്ന അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം സിഹർ നിരുപാധികം കുഫറല്ല, മറിച്ച് അതിൽ കുഫറായതുമുണ്ട് കുഫറല്ലാത്തതുമുണ്ട്. ഇതാരുടെ അഭിപ്രായമാണ്? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായമാണ് സിഹർ പരിപൂർണമായി കുഫറല്ല എന്നുള്ളത്. തയ്യിബ്, ഇപ്പോൾ സിഹറിൻ്റെ ഹുക്ം എന്താണ്? ഇമാം ഷാഫിഈ പറയുന്നത് ആ സാഹിറിൻ്റെ സിഹറിനെ കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ ചോദിക്കുക. ആ ചെയ്തതിൽ എന്തെങ്കിലും കുഫർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ്. കുഫർ അടങ്ങിയിട്ടില്ല എങ്കിൽ അത് കുഫറാവുകയില്ല. കുഫർ അടങ്ങിയിട്ടില്ല എങ്കിൽ അത് കുഫറാവുകയില്ല. എപ്പോഴാണ് സിഹറിൽ കുഫർ പ്രവേശിക്കുക? ഒന്ന്, പിശാചിനോട് സഹായം ചോദിക്കുകയും പിശാചിന് എന്തെങ്കിലും ഇബാദത്തുകൾ സമർപ്പിക്കുകയും ചെയ്താൽ. പിശാച് എപ്പോഴാണ് മനുഷ്യരെ സഹായിക്കുക? പിശാച് സേവ നടത്തണം. അതിനൊന്നുകിൽ ഒരു കോഴിയെ അറുത്തു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഖുർആനിനെ നിന്ദിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിനെ മോശമാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം പിശാചിന് വേണ്ടി ചെയ്യുമ്പോഴാണ് പിശാച് സഹകരിക്കുക. അതാണ് ഷിർക്ക് വരാൻ അല്ലെങ്കിൽ കുഫർ വരാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, സാഹിർ അദൃശ്യ കാര്യങ്ങൾ വാദിക്കും, തനിക്കറിയാമെന്ന് വാദിക്കും. അതാണ് കുഫർ വരാനുള്ള രണ്ടാമത്തെ കാരണം. ഈ രണ്ട് വിഷയങ്ങൾ വരുന്നില്ല എങ്കിൽ പിശാചിനോട് സഹായം ചോദിക്കാതെ ഇപ്പം ചില ഇലകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? സിഹർ നടത്താറുണ്ട്. ചില ഇലകളും ചില വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിഹർ നടത്തും പിശാചിന്റെ സഹായമില്ലാതെ. വളരെ കുറവാണെങ്കിലും അങ്ങനെ നടക്കുന്ന സിഹർ എന്നല്ല, കുഫറല്ല. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അഭിപ്രായം. അതിനവർ തെളിവായി പറയുന്ന ചില കാര്യങ്ങൾ, കുഫർ നിരുപാധികം കുഫർ അല്ല എന്ന് പറയാൻ അവർ ഉദ്ധരിക്കുന്ന ചില തെളിവുകൾ. ഒന്നാമത്തേത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ സിഹർ ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ വിറ്റൊഴിവാക്കി. അത് കുഫറായിരുന്നെങ്കിൽ വിറ്റൊഴിവാക്കോ? ഇല്ല, മറിച്ച് എന്ത് ചെയ്യും? മുർത്തദ്ദായി അവരെ കൊല്ലാൻ വേണ്ടി വിധിക്കുമായിരുന്നു, ഭരണകൂടത്തിന് കൈമാറുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സംഭവം ചില പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞു. ഇമാം ഷാഫിഈയുടെ ഈ അഭിപ്രായം സ്വീകരിച്ച് ചില പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞു. അതുപോലെ തന്നെ സിഹർ, എല്ലാ സിഹറും കുഫർ അല്ല എന്ന് പറയാനുള്ള രണ്ടാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വൻ പാപങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. വൻ പാപങ്ങളെ സൂക്ഷിക്കുക. അതിലൊന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്, രണ്ടാമത്തേത് അസ്സിഹർ. അപ്പം അവിടെ ഉലമാക്കൾ പറഞ്ഞു, സിഹർ ഷിർക്കിൽപ്പെട്ടതായിരുന്നുവെങ്കിൽ സിഹർ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലായിരുന്നു. ഷിർക്കിൻ്റെ ധാരാളം ഇനങ്ങളുണ്ടല്ലോ, ഷിർക്കിൻ്റെ ധാരാളം ഇനങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സിഹറിനെ എടുത്തു പറഞ്ഞു. അപ്പം അത് മനസ്സിലാക്കി തരുന്നത് അത് കുഫ്റാകാത്ത എന്നാൽ വൻപാപമായ ധാരാളം കാര്യങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കി തരുന്നത് എന്ന് ആ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം സ്വീകരിച്ച പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഇതാണ് മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അദ്വാഉൽ ബയാനിൽ തർജീഹ് ചെയ്ത അഭിപ്രായം. അദ്ദേഹം അത്തഹ്ഖീഖു ഫി ഹാദിഹിൽ മസ്അല എന്ന് പറഞ്ഞ് ഈ വിഷയം അദ്ദേഹം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. തയ്യിബ്, അടുത്തൊരു മസ്അല, സാഹിറിൻ്റെ വിധി എന്താണ്? സാഹിറിൻ്റെ വിധി എന്താണ്? സാഹിറിനെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അഥവാ സിഹർ ചെയ്യുന്ന ആളുകൾ. ഒന്നാമത്തെ അഭിപ്രായം, സാഹിറിനെ കൊന്നുകളയണം. സാഹിറിനെ കൊന്നുകളയണം. അതാണ് ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക്കിൻ്റെയും അഭിപ്രായം. അതിൻ്റെ തെളിവ് എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കത്തെഴുതി ഗവർണർമാർക്ക്, അനിഖ്തുലു കുല്ല സാഹിറിൻ വസാഹിറ, എല്ലാ സിഹർ ചെയ്യുന്ന ആണിനെയും പെണ്ണിനെയും കൊന്നുകളയണം. ബജാലത്ത് ഇബ്നു അബ്ദ റഹിമഹുല്ലാ പറയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം 3 സാഹിര്യങ്ങളെ വധിച്ചു കളഞ്ഞു. 3 സാഹിര്യങ്ങളെ വധിച്ചു കളഞ്ഞു. അതുപോലെ ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു അൻഹു സാഹിറിനെ വധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, സാഹിറിനെ കൊന്നുകളയേണ്ടതില്ല. അതാണ് ഇമാം ഷാഫിഈയുടെ അഭിപ്രായം. സാഹിറിനെ വധിക്കേണ്ടതില്ല. കാരണം സാഹിർ ജനങ്ങളെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ വധിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ
അഭിപ്രായം, അതിലേറ്റവും ശരി അല്ലാഹു അലം കൊന്നുകളയണം എന്നുള്ളതാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ, അല്ലെങ്കിൽ അബൂബക്കർ വ ഉമർ. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം, സഹാബത്തിന്റെ അമൽ, ജുൻദുബ് റളിയല്ലാഹുവിന്റെ അമൽ, അതൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ തെളിവാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മസ്അലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന വിഷയം. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, സമയമില്ല. പ്രവാചകന്റെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. നബിക്ക് സിഹർ ബാധിച്ചു എന്ന കാര്യത്തിൽ അഹ്ലുസുന്നക്കടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏതെങ്കിലും തുലാബുകൾക്ക് ഈ വിഷയത്തിൽ നന്നായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളക്ക് ഒരു റിസാലയുണ്ട്, ഒരു കിതാബുണ്ട്. ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഖ്ബിലിന് ഒരു കിതാബുണ്ട്. അതിൽ പറയുന്നതിൻ്റെ ഒരു ആകെത്തുക ഇതാണ്: ഹദീസ് സഹീഹാണ്, പ്രവാചകന് സിഹർ ബാധിച്ചു, ലബീദുൽ അഅസം എന്ന് പറയുന്ന ജൂതൻ പ്രവാചകനെ സിഹർ ചെയ്തു എന്ന ഹദീസ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിന്റെ കിതാബ് ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ രണ്ട് മലക്കുകൾ പ്രവാചകന്റെ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൽഭാഗത്തും തലഭാഗത്തും രണ്ടാളുകൾ ഇരിക്കുകയും അവർ പരസ്പരം സംഭാഷണം നടത്തുകയും ഈ വ്യക്തിക്ക് എന്തു പറ്റിയതാണെന്ന് ഒരാൾ ചോദിച്ചു. അപ്പുറത്താൾ പറഞ്ഞു മത്ബൂബാണ്, അഥവാ സിഹർ ബാധിച്ചിരിക്കുകയാണ്. എന്തിനാണ് സിഹർ ചെയ്തത്? ഫീ മുഷ്തിൻ വമിഷാത്ത, ചില എന്താ പറയുക ചീർപ്പും അങ്ങനെയുള്ള വസ്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് സിഹറിന്റെ സംഭാഷണം ബുഖാരിയിൽ സ്ഥിരപ്പെട്ടതാണ്, സിഹറുമായി ബന്ധപ്പെട്ട സംഭാഷണം. അതുകൊണ്ട് തന്നെ സിഹറിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്നതിൽ അഹ്ലുസുന്നക്ക് അല്ലെങ്കിൽ അഹ്ലുൽ ഹദീസിൽപ്പെട്ട ആർക്കും തർക്കമുണ്ടായിരുന്നില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഷെയ്ഖ് മുഖ്ബിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഒരിക്കലും ഒരു ബുദ്ധി നിഷേധിക്കുന്ന ചില ആളുകൾ എന്താ പറയുക, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതാണ്. പ്രവാചകന്റെ സിഹർ ബാധിച്ചു എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരായിരുന്നു, വഹി ലഭിക്കുന്നു, പക്ഷേ പ്രവാചകൻ മനുഷ്യരാണ്. ഖുർആനിൽ വന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സിഹർ ബാധിച്ചു എന്നത് ബുദ്ധിക്ക് യോജിക്കാത്ത പ്രശ്നമില്ല. പിന്നെ ഇവർ പറയുന്ന, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, പ്രവാചകന്റെ സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് മക്കയിലെ കാഫിറുകളുടെ വാദമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ വാദം ഏറ്റെടുത്ത് പറയുന്നത് എന്നാണ് ചോദിക്കാറ്. അതിന്റെ മറുപടി എന്താണ്? മക്കയിലെ കാഫിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് പ്രവാചകന്റെ ദഅവത്തിന്റെ തുടക്കഘട്ടത്തിൽ മുതലാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയമാണ്. അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ യഹ്യ അൽ മുഅല്ലിമി റഹിമഹുല്ലാ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകന് സിഹർ ബാധിച്ചത് ചുരുങ്ങിയ സമയമാണ്. ചില റിവായത്തുകളിൽ വന്നതുപോലെ 2 മാസം. അതിൻ്റെ ആസാറുകൾ, അതിൻ്റെ ചില പ്രയാസങ്ങൾ 6 മാസം വരെ നിലനിന്നിരുന്നു. അതല്ലെങ്കിൽ പ്രവാചകന്റെ കാഫിര്യങ്ങൾ പറയുന്നത് ദഅവത്തിന്റെ തുടക്കം മുതൽ പ്രവാചകൻ സാഹിറാണ് എന്നതാണ്. അതല്ല അഹ്ലുസുന്നയുടെ വിശ്വാസം. രണ്ടാമത്തെ അവരുടെ വാദം, അവർ പറയുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു താങ്കളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. പിന്നെ എങ്ങനെയാണ് പ്രവാചകന് സിഹർ ബാധിക്കുക? റബ്ബിന്റെ സംരക്ഷണം ഉണ്ടല്ലോ എന്നതാണ് അവരുടെ ചോദ്യം. അതിന് മറുപടി എന്താണ്? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുബാഇയ്യത്ത് പൊട്ടിയിട്ടുണ്ട്. ഏതാണ് റുബാഇയ്യ? ഏത് പല്ലാണത്? ഈ പല്ലുകൾ, അഥവാ മുന്നിലുള്ള 2 പല്ലില്ലേ, അതിന് ശേഷം വരുന്ന 2 പല്ല്, ഈ ഭാഗത്ത് 2 പല്ല്, താഴെയുള്ള 2 പല്ല്, അതിനാണ് റുബാഇയ്യ എന്ന് പറയാം. ആ പല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉഹദ് യുദ്ധത്തിൽ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തായിഫിലേക്ക് അബ്ദിയാലിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ ശക്തമായ പീഡനങ്ങൾ, പ്രവാചകന്റെ ബോധം പോകുമാറും പ്രവാചകന്റെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ആയത്ത് വൈരുദ്ധ്യമാണെന്ന് പറയേണ്ടി വരും. അപ്പം അതിൻ്റെ ഉദ്ദേശം പ്രവാചകനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏൽക്കുകയില്ല എന്നതല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് ഇതിനോട് യാതൊരു അർത്ഥത്തിലും വൈരുദ്ധ്യമാകുന്നില്ല എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്തായിരുന്നു അതിൻ്റെ അസർ? എന്താ അസർ? നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്തു എന്ന് പ്രവാചകന് തോന്നും, അത് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരുന്നു പ്രവാചകനെ ബാധിച്ചത്. അതല്ലാതെ ചിലർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചിലർ ഇത് നിഷേധിക്കാൻ വേണ്ടി പറയുന്നത് പോലെ പ്രവാചകൻ ഭ്രാന്തനായ എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഇവിടെ അഹ്ലുസുന്ന പറയുന്നില്ല. മറിച്ച് അഹ്ലുസുന്നയുടെ വാദം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ ഹത്താ കാന യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ യഫ്അലു, പ്രവാചകൻ ഒരു കാര്യം ചെയ്തു എന്ന് അവിടുന്ന് തോന്നും, പക്ഷേ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാധിച്ച സിഹറിന്റെ ഒരു തഅ്സീർ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലാതെ പ്രവാചകന് വഹയുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒന്നും സിഹറിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല.
എട്ടാമത്തെ കാര്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, മുദാഹറത്തുൽ മുശ്രികീന വമുആവനതുഹും അലൽ മുസ്ലിമീൻ والدليل قوله تعالى ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. മുദാഹറത്തുൽ മുശ്രികീൻ, കാഫിരീങ്ങളെ മുശ്രിക്കീങ്ങളെ സഹായിക്കലാണ്. വമുആവനതുഹും, അവരെ സഹായിക്കലാണ്. മുആവനയും മുദാഹറയും ഒരേ അർത്ഥമാണ്. അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കെതിരിൽ. എന്താണ് തെളിവ്? അത് കുഫ്റാണെന്നുള്ളതിന് അള്ളാഹു പറയുന്നു, വമൻ യതവല്ലഹും മിൻഹും ഫമൻ യതവല്ലഹും മിൻകും വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, നിങ്ങളിൽ നിന്ന് അവരെ സഹായിക്കുന്നവർ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ എന്താണ് ഉദ്ദേശം? മുസ്ലിമീങ്ങൾക്കെതിരിൽ, ശരിക്കും മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിരീങ്ങളെ അവർ കാഫിറായതിൻ്റെ പേരിൽ ഒരുവൻ സഹായിക്കുകയാണെങ്കിൽ അത് കുഫ്റാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധം നടക്കുകയാണ് മുസ്ലിമീങ്ങൾക്കെതിരിൽ. ഇപ്പം കാഫിരീങ്ങളെ ഒരു മുസ്ലിം കുഫ്റിനോടുള്ള ഇഷ്ടം കാരണത്താൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിച്ചാൽ അവൻ എന്താകും? കാഫിറാകും. അതാണ് ഇവിടെയുള്ള ഉദ്ദേശം. എന്തുകൊണ്ടാണ് അവൻ കാഫിറാകുന്നത്? അവൻ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനെതിരെ പ്രവർത്തിച്ചു. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറ, ദീൻ ഉയർത്തുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനെതിരായി മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ട് കാഫിരീങ്ങളെ സഹായിച്ചവൻ അവൻ മുശ്രിക്കാകും. എന്നാൽ ആ ഭാഗം മനസ്സിലായോ? ദീനിൻ്റെ പേരിലുള്ള സഹായമാണ് മുശ്രിക്കാവുക. ഒരാൾ ഭൗതികമായൊരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് കാഫിരീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിച്ചു. സമ്പാദ്യം, ഒരു പണം കിട്ടുമെന്ന് വിചാരിച്ചാകാം, എന്തെങ്കിലും ആവാം. ഇത് കാഫിറാവോ? കുഫറാവോ? ഇല്ല. എന്താ തെളിവ്? ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. നിങ്ങൾ ആ സംഭവം ഇൻഷാ അല്ലാഹ് വായിച്ചു നോക്കണം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന വിശാലമായ സംഭവമാണ്. ഞാനതിലെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇവിടെ പറയാം. ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മദീനയിലായിരുന്നു പ്രവാചകന്റെ കൂടെ. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയ്ക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന തീരുമാനമെടുക്കുമ്പോൾ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി മക്കയിലേക്ക്. അതിലെന്താണുള്ളത്? മിൻ ഹാത്തിബ് ബിൻ അബീ ബൽതഅ, ആ കത്തിൽ മിൻ ഹാത്തിബ് ബിൻ അബീ ബൽതഅ ഇലാ നാസിൻ ബിമക്കത മിനൽ മുശ്രിക്കീൻ, മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു കത്തെഴുതി. യുഖ്ബിറുഹും ബിബഅദി അംരി റസൂലില്ലാഹ്, പ്രവാചകന്റെ തീരുമാനങ്ങളെ കുറിച്ചാണ് ആ കത്തിൽ വിവരം നൽകുന്നത്. അഥവാ പ്രവാചകൻ ഇങ്ങനെ യുദ്ധത്തിന് തയ്യാറാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. മുസ്ലിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നു അതവിടെ എത്തിയാൽ. കാരണം പ്രവാചകന്റെ നീക്കങ്ങളെക്കുറിച്ച് അവർക്ക് വിവരം നൽകുകയാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി മുഖേന ലഭിച്ചു. ഹാത്തിബ് ഇങ്ങനെ കത്തെഴുതിയിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈറിനെയും മിഖ്ദാദ് ബിൻ അൽ അസ്വദിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യാത്ര പോവുക, റൗളത്തു ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ഒരു പെണ്ണുണ്ട്, അവളുടെ കയ്യിൽ ഒരു കത്തുണ്ട്, ആ കത്തുമായി വരണം. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയുടെ കയ്യിലായിരുന്നു കത്ത് കൊടുത്തു വിട്ടത്. അങ്ങനെ അവർ ആ സ്ത്രീയോട് കത്ത് തരാൻ വേണ്ടി പറഞ്ഞു. അവർ പറഞ്ഞു, അവരുടെ കയ്യിൽ കത്തില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്ത് തന്നില്ല എങ്കിൽ വസ്ത്രം ഊരി പരിശോധിക്കും. കാരണം കത്തുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. കാരണം അവരോട് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ആ സ്ത്രീ മുടിക്കെട്ടിൽ നിന്ന് അവരുടെ കത്തെടുത്തു കൊടുത്തു. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ മിൻ ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ രഹസ്യ നീക്കങ്ങളെ കുറിച്ച് ഹാത്തിബ് റളിയല്ലാഹു അൻഹു കത്തെഴുതിയതാണ്. ഈ വിഷയം പ്രവാചകന്റെ അരികിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബിനെ വിളിപ്പിച്ചു. ഹാത്തിബിനോട് ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ്? ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ തഅജൽ അലൈ, പ്രവാചകരെ എനിക്ക് ഒരു സമാധാനം തരണം. ഇന്നി കുൻതു ഇംറഅൻ മുൽസഖൻ ഫീ ഖുറൈശ് വലം അകുൻ മിൻ അൻഫുസിഹാ. പ്രവാചകനോട് ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീർഘമായ സംഭാഷണമാണ്. അതിൽ പറഞ്ഞു, പ്രവാചകരെ, മക്കയിൽ എല്ലാവർക്കും അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്, എന്നാൽ എനിക്ക് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അവർ അവരുടെ ജീവൻ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്തെഴുതിയത്. താങ്കളുടെ നീക്കത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു കൊടുത്തത്. ശേഷം അദ്ദേഹം പറഞ്ഞു, വലം അഫ്അൽഹു ഇർതിദാദൻ അൻ ദീനി, ഞാൻ ഒരിക്കലും എൻ്റെ ദീനിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല. വലാ റിളൻ ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം, എനിക്ക് കുഫറിനോട് താല്പര്യമുള്ളത് കൊണ്ടുമല്ല പ്രവാചകരെ ഞാൻ ഈ കത്തെഴുതിയത്, മറിച്ച് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ സമയം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കളൊന്ന് അനുമതി നൽകിയാൽ അവനെ ഞാൻ വധിച്ചു കളയാം. മുസ്ലിമീങ്ങളുടെ നീക്കം അറിയിച്ചു കൊടുക്കാൻ ശ്രമിച്ച അവനെ ഞാൻ വധിച്ചു കളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖകും, ഹാത്തിബ് പറഞ്ഞത് സത്യമാണ്. ഹാത്തിബ് ഒരിക്കലും ഇസ്ലാമിനെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നില്ല, മറിച്ച് കുടുംബത്തെ സംരക്ഷിക്കാൻ ഭൗതികമായ ഒരു കാരണത്തിന് വേണ്ടി
ചെയ്തതായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാത്തിബിന്റെ ആ ന്യായം അവിടെ അംഗീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചെയ്തത് അത് തെറ്റാണ്. ഉലമാക്കൾ ഇവിടെ വിശദീകരിച്ചത് തെറ്റാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ആ ഹദീസിൽ കാണാം, ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരോട് പറയപ്പെട്ടത് ഇഅ്മലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു നൽകിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ ബദറിൽ പങ്കെടുത്തവർക്ക് വിട്ടുവീഴ്ച ചെയ്തു നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം ഭൗതികമായ താല്പര്യങ്ങൾ കാരണത്താൽ കാഫിറിനെ മുസ്ലിമുകൾക്കെതിരിൽ സഹായിച്ചാൽ അതെന്താവില്ല? കുഫ്റാവുകയില്ല. അത് ഇസ്ലാമിൽ നിന്ന് പോകുന്ന കുഫ്റാവില്ല. അതാണ് ഹാത്തിബ് ബിൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾക്കെതിരിൽ കാഫിര്യങ്ങളെ സഹായിക്കുകയാണെങ്കിലും അതെന്താവില്ല? കുഫറാവുകയില്ല. ഉദാഹരണത്തിന് മുസ്ലിം രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ദ്രോഹം കാണിച്ച് കാഫിര്യങ്ങൾക്കിടയിലേക്ക് പോയി, കാഫിർ രാജ്യത്തേക്ക് പോയി, മുസ്ലിം ഭരണകൂടം കാഫിർ ഭരണകൂടത്തിനോട് സഹായം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കുകയാണ്, അതൊക്കെ അനുവദനീയമാണ്. ഇവിടെ ഉദ്ദേശം ദീനിന്റെ പേരിൽ അവരെ സഹായിക്കാൻ പാടില്ല, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും സഹായിക്കാൻ പാടില്ല. പക്ഷെ മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? സഹായിക്കൽ അനുവദനീയമാണ്. ഒമ്പതാമത്തെ കാര്യം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, من اعتقد أن بعض الناس يسعه الخروج عن شريعة محمد صلى الله عليه وسلم كما وسع الخضر الخروج عن شريعة موسى فهو كافر. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് നമുക്ക് ബാധകമല്ല എന്ന് പറയുകയാണെങ്കിൽ, ഏതുപോലെ ഖദർ അലൈഹിസ്സലാമിന് മൂസാ നബിയുടെ ശരീഅത്ത് ബാധകമായിരുന്നില്ല, അതുപോലെ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഈ വിഷയത്തിൽ ഖാദി ഇയാദും ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് കാരണം? പ്രവാചകനും ബാക്കിയുള്ള പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം, പ്രവാചകൻ എല്ലാവർക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അധികം വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ നമുക്ക് പ്രവാചകന്റെ ശരീഅത്ത് നിർബന്ധമല്ല? നേർക്ക് നേരെ ഇങ്ങനെ പറയുന്നില്ലെങ്കിലും ബിലിസാനിൽ മഖാൽ അവർ പറയുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളിൽ അവർ പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ചിലരെന്ത് പറയും, നമ്മുടെ ഷെയ്ഖ് സി എം അടവൂരിനെ കുറിച്ചൊക്കെ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ അദ്ദേഹം നിസ്കരിക്കാറില്ല, നോമ്പെടുക്കാറില്ല, നോമ്പെടുത്തവൻ്റെ നോമ്പ് മുറിപ്പിക്കും. ഇതൊക്കെ അവർ ചെയ്യും. എന്താണ് കാരണം? അവർ വലിയ ദർജയിലെത്തിയ ആളുകളാണ്, അവർ വലിയ ദർജയിലുള്ളവരാണ്. എന്നിട്ട് ഖുർആനിലെ ആയത്തുകൾ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, യഖീൻ വരുന്നത് വരെ റബ്ബിനെ ആരാധിക്കുക. എന്നിട്ട് അവർ പറയും സി എം അടവൂരിന് യഖീൻ എത്തിയിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയത്. അവിടെ യഖീൻ ഉദ്ദേശം എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് മരണമാണ്. ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്, അവിടെ ഉദ്ദേശം മരണമാണ്. ഇപ്പം ഇവിടെ നമ്മുടെ വിഷയം, ആരെങ്കിലും എനിക്ക് നിസ്കാരം നിർബന്ധമല്ല, നോമ്പ് നിർബന്ധമല്ല, കാരണം ഞാൻ വലിയ ദർജയിലെത്തിയ ആളാണ് എന്ന് പറയുകയാണെങ്കിൽ അവൻ പ്രവാചകന്റെ ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവനാണ്. പ്രവാചകന് വിശാലമാകാത്തത് അവന് വിശാലമായി. പ്രവാചകൻ അവസാന സമയം പോലും നിസ്കാരം ഉപേക്ഷിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഒരുവൻ പറയുകയാണെങ്കിൽ അത് കുഫറിന്റെ വാദമാണ്, അത് കുഫറിന്റെ വാദമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഈ വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നസീഹത്തോടെ നാം പറഞ്ഞു കൊടുക്കുക. ഇവിടെ രണ്ട് മസ്അലകൾ. ഒന്ന്, ആരാണ് ഖദിർ? ഖദിർ ആരാണ്? അദ്ദേഹം നബിയാണോ അതല്ല സാലിഹായ ഒരു മനുഷ്യനാണോ? ഈ വിഷയത്തിൽ അഹ്ലുസുന്നക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനാണ്, വേറെ ചിലർ പറഞ്ഞു അദ്ദേഹം നബിയാണ്. അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം അദ്ദേഹം നബിയാണ്. അല്ലാഹുൽ ബയാനിൽ അൽ ഇമാം മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു ചർച്ച കൊണ്ടുവരുന്നതായി കാണാം. ഖദിർ നബിയാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. രണ്ടാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവസാന വിഷയം, ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന വിഷയമാണ്. ഇന്ന് ചിലർ നമ്മുടെ നാട്ടിലൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ഖദിർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ചില അടയാളങ്ങളും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വിരൽ എല്ലാ സമയവും അനങ്ങിക്കൊണ്ടിരിക്കും, അതുപോലെ ചില മസാജിദുകളിൽ അദ്ദേഹം ഉണ്ടാകുമെന്നൊക്കെ പറയാറുണ്ട്. ചില പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹാഫിദ് അൻ-നവവി, അതുപോലെ ഇബ്നു സലാഹ്, അൽ ഹാഫിദ് അൽ ഇറാഖി തുടങ്ങിയ ഉലമാക്കളുടെ വീക്ഷണം ഖദിർ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്ലാഹു അലം, ഏറ്റവും ശരിയായ അഭിപ്രായം ഖദിർ അലൈഹിസ്സലാം മരണപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലയോട് ഈ വിഷയം ചോദിക്കപ്പെട്ടു, ഖദിർ ഇന്ന് ജീവിച്ചിരിക്കുന്നോ എന്ന അഭിപ്രായം അല്ലെങ്കിൽ എന്ന വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖദിർ ജീവിച്ചിരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഒരിക്കൽ പ്രവാചകൻ നിസ്കാര ശേഷം സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
فإن رأس 100 سنة منها لا يبقى ممن هو على ظهر الأرض أحد. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും 100 വർഷത്തിനപ്പുറം ജീവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവസാനം മരിച്ച സഹാബി എപ്പോഴാ? 110. പ്രവാചകൻ മരിച്ചത് ഹിജ്റ 11, 100 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജീവിക്കുന്ന ഒരാളും 100 വർഷത്തിന് ശേഷം ജീവിച്ചിരിക്കുകയില്ല. ഈ ഹദീസ് തെളിവായിക്കൊണ്ട് ഇമാം ബുഖാരി റഹിമഹുള്ള പറഞ്ഞു, ഖദർ അലൈഹിസ്സലാം മരണപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അഭിപ്രായം. അതുപോലെ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അൽ-അല്ലാമത്തു ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, ഉജാലത്തുൽ മുൻതദിർ ഫീ ശർഹി ഹാലി ഖദർ. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ വിശദീകരിക്കുന്ന ഒരു കിതാബ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നു, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ് ശരി. എന്താണ് ഖുർആനിലെ ആയത്ത്? പ്രവാചകൻ അള്ളാഹു പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. പ്രവാചകനെ താങ്കൾക്ക് മുമ്പുള്ള ഒരാൾക്കും കാലാകാലം ജീവിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. ഒരാൾക്കുമില്ല, പ്രവാചകനുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആനിൽ നിന്നുള്ള തെളിവ്. ഹദീസിൽ നിന്നുള്ള തെളിവ് ഇവിടെ നാം പറഞ്ഞ ഹദീസ്. മൂന്നാമത്തേത് 10ഓളം കാര്യങ്ങൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹി കിതാബിൽ സ്ഥാപിച്ച ശേഷം പറയുന്നു, ഇതാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം, അഥവാ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് ജസാസയുടെ ഹദീസ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്നത്, ഫിൽ ഖൽബി മിൻഹു ഷൈ. ജസാസയുടെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദജ്ജാലിനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു കടൽ യാത്രയിൽ കണ്ടുമുട്ടിയ സംഭവം. ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ദജ്ജാലിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അത് വ്യത്യാസം മനസ്സിലാക്കണം. ആ ഹദീസിന്റെ സുബൂത്തിലാണ് അദ്ദേഹത്തിന്റെ ചർച്ച. മൗദൂദിയെ പോലെ ദജ്ജാലിനെ നിഷേധിക്കുന്നവരല്ല അഹ്ലുസുന്നയുടെ ഉലമാക്കൾ. ഇവിടെ ദജ്ജാലിനെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു, പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആരും 100 വർഷത്തിലധികം ജീവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തയ്യിബ്, നമ്മുടെ വിഷയമല്ല. 10ാമത്തെ കാര്യം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ-ഇഅറാദു അൻ ദീനില്ലാഹ് ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി والدليل قوله تعالى ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. الإعراض عن دين الله, അല്ലാഹുവിന്റെ ദീനിനെ പരിപൂർണമായി ഒഴിവാക്കൽ. ലാ യതഅല്ലമു, അത് പഠിക്കാതിരിക്കുക. വലാ യഅമലു ബിഹി, അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യാതിരിക്കുക. അതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 10ാമത്തെ കാര്യം. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സമയം കുറവായതുകൊണ്ട് നാം ഒഴിവാക്കിയ ഒരു ഭാഗമാണ് കുഫ്റിന്റെ ഇനങ്ങൾ. കുഫറിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. കുഫ്റു തക്ദീബ്, കുഫ്റു ഇബാഇൻ വസ്തിക്ബാർ, കുഫ്റു ജുഹൂദ്. അതിൽപ്പെട്ട ഒരു ഇനമാണ് കുഫ്റുൽ ഇഅറാദ്. കുഫ്റുൽ ഇഅറാദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തുല്ലാബുകൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മദാരിജുസ് സാലിക്കീനിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ കുഫറിന്റെ ഇനങ്ങൾ. അതുപോലെ 5 ഇനങ്ങളാണ് അതിൽ പറയുന്നത്. 6ാമത്തെ ഇനം മിഫ്താഹു ദാരിസ് സആദയിൽ കുഫ്റുൽ ജഹ്ലും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് വായിക്കുക. ഇവിടെ ഉദ്ദേശം എന്താണ്? കുഫ്റുൽ ഇഅറാദ് അഥവാ ദീനിനെ തൊട്ട് പരിപൂർണമായി മാറി നിൽക്കുക. ദീനിന്റെ ആശയങ്ങൾ സ്വീകരിക്കാതിരിക്കുക, ഒന്നും അമൽ ചെയ്യില്ല, ഞാനൊന്നും പഠിക്കില്ല, നബിയെ ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങനെ ഒരു വ്യക്തി പരിപൂർണമായി ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിൽ നടക്കുക എന്നുള്ളത് കുഫ്റാണ് എന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ അനാമിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം, ആരെങ്കിലും ഇങ്ങനെ പറയുന്നുവെങ്കിൽ, ഞാൻ ഒന്നും പഠിക്കുകയുമില്ല, ഒന്നിനെയും ആരാധിക്കുകയുമില്ല, അള്ളാഹുവിനെ ആരാധിക്കുകയില്ല എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരാ പറയുന്നത്? അള്ളാഹുവിനെ ആരാധിക്കില്ല, ഒന്നിനെയും ആരാധിക്കില്ല, നിരീശ്വരവാദികൾ. ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റാജിഹി പറയുന്നു, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അവർ വാസ്തവത്തിൽ ആരാധിക്കുന്നുണ്ട്. ആരെയാ? ഷൈത്താനെ. ഷൈത്താനാണ്, അല്ലെങ്കിൽ അവരുടെ ഹവയാണ് അവരെ ഈ വാദത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവർ വാസ്തവത്തിൽ അബദതു ഷയാത്തീനാണ്, മുൽഹിദീങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള നജസുകൾ. ഈ മുൽഹിദീങ്ങൾ അവർ വാസ്തവത്തിൽ ആരാധിക്കുന്നത് ആരെയാണ്? പിശാചിനെയാണ്. വഹഖീഖത്തുൽ മുൽഹിദീൻ, ശേഷം അദ്ദേഹം പറയാണ്, മുൽഹിദീങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യം അന്നഹും അബദതു ഷയാത്തീൻ, അവർ പിശാചിനെ ആരാധിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഈ ഇഅറാദിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാം. ഈ ഇഅറാദിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിശാലമായ സംസാരത്തിനിടയിൽ പറയുന്നതാണ്, പരിപൂർണമായി കുഫറാവുകയില്ലെങ്കിലും
മസ്ജിദിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരങ്ങളും മറ്റും നടക്കുമ്പോൾ നാം ആവശ്യമില്ലാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങൽ ഒരു തരത്തിലുള്ള ഇറാദാണ്, കുഫറാകുന്നതല്ല. ഒരു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 3 ആളുകൾ ഒരു സദസ്സിലേക്ക് കടന്നു വന്നു. ഒരാൾ സദസ്സിൽ കയറിയിരുന്നു, 2 ആളുകൾ സദസ്സിലിരുന്നു, 3-മത്തെ ആളുകൾ അവിടുന്ന് തിരിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തവൻ സദസ്സിലിരിക്കാതെ തിരിഞ്ഞുപോയി, അപ്പോൾ അള്ളാഹു അവനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. ഇത് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹി ഈ ഹദീസും ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഒരു വ്യക്തി അനാവശ്യമായി ദീനിന്റെ മജാലിസുകളിൽ ഇരിക്കാതെ, വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരു മജ്ലിസ് നടക്കുമ്പോൾ അയാൾക്ക് തിരക്കൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ മജ്ലിസുകളിലും വന്നിരിക്കില്ല, അത് അള്ളാഹു അവനെ തൊട്ട് തിരിയാനുള്ള കാരണമാകുമെന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദീനിന്റെ മജാലിസുകൾ നമ്മുടെ നാടുകളിലും മറ്റും നാം സംഘടിപ്പിക്കുക, അതിൽ പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ചില ആളുകൾ ദർസുകൾക്ക് പങ്കെടുക്കില്ല. പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എന്താണ്, തൗഹീദ് എന്നായിരിക്കും വിഷയം. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഇതെനിക്ക് അറിയുന്നതാണ്, പക്ഷെ നമ്മൾ നേരത്തെ ചില മസാലകൾ ചോദിച്ചപ്പോൾ പലർക്കും വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ പഠിക്കേണ്ട ആവശ്യകത, ഞാനടക്കം നമ്മളെല്ലാവരും അങ്ങനെ കൂടുതൽ പഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. അവസാനമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുന്നത് അൽ ഖാത്തിമ, ലാ ഫർഖ ഫി ജമീഇ ഹാദിഹി النواقض ബൈന الഹാസിൽ വൽജാദ് വൽഖായിഫ് ഇല്ല المكره. ഈ മേൽ പറയപ്പെട്ടിരിക്കുന്ന 10 കാര്യങ്ങൾ, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന 10 കാര്യങ്ങൾ, ഇതിൽ വേർതിരിവില്ല. ബൈനൽ ഹാസിൽ വൽജാദ്, ഒരുവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലും ഹസിലോടുകൂടി ചെയ്യുന്നതാണെങ്കിലും. മനഃപൂർവ്വം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം അള്ളാഹുവിനെ ചീത്ത പറയാം, അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇബാദത്തുകളിൽ ശിർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ അവൻ എന്താകും? കാഫിറാകും. അപ്പം മുതഅമ്മിദിന് ഹുക്മ് നൽകി ശേഷം പറഞ്ഞു വബൈനൽ ഹാസിൽ, തമാശയാണെങ്കിലും അവൻ എന്തില്ല? ഒഴിവില്ല, അവൻ കാഫിറാകും. തമാശ അല്ലെങ്കിൽ ഹസ്ല് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? പറയുന്നത് എന്താണെന്ന് അവൻ അറിയാം, അവൻ്റെ അർത്ഥം അവൻ അറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുഫറാണ്, ഞാൻ അള്ളാഹുവിനെ ചീത്ത വിളിച്ചാൽ അത് ചീത്തയാണെന്ന് അവൻ അറിയാം, പക്ഷെ ഒരു തമാശയായിട്ട് എന്നിട്ട് അവൻ ചീത്ത പറയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്തില്ല? ഉദ്റില്ല, അവൻ കാഫിറാകും, അവൻ കാഫിറാകും. ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, ഒന്നുകൂടി വ്യക്തമാകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? 3 കാര്യങ്ങൾ, അത് തമാശയും കാര്യവും കാര്യം തന്നെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിലൊന്ന് തലാഖാണ്. 3 കാര്യങ്ങളിൽ ഒന്ന് തലാഖാണ്. ഒരു വ്യക്തി ഭാര്യയോട് പറയാണ്, ഞാൻ നിന്നെ തലാഖ് ചെയ്തു. അയാൾക്കറിയാം തലാഖിൻ്റെ അർത്ഥം എന്താണ്. ഞാനോട് ചോദിച്ചു, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, അത് തലാഖായി. ശറഈന്റെ കാഴ്ചപ്പാടിൽ അത് തലാഖായി. അയാൾക്ക് അതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ, അർത്ഥം അറിയില്ലെങ്കിൽ ഇഷ്കാലില്ല, അർത്ഥം അറിയാമെങ്കിൽ അത് തലാഖായി പരിഗണിക്കും. അതാണ് ഹസ്ല് എന്ന് പറഞ്ഞാൽ. ഈ പറയപ്പെട്ട വിഷയങ്ങൾ 10 കാര്യങ്ങൾ ഒരാൾ തമാശയായി അറിയുന്നവനായി ചെയ്താൽ അവൻ കാഫിറാകുന്നതാണ്. ശേഷം പറഞ്ഞു, എന്താണ് ഈ കളിയാക്കിയാൽ കാഫിറാകുമെന്നതിന് തെളിവ്? നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്ത്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അവൻ്റെ ആയത്തുകളെയുമാണോ തമാശയാക്കുന്നത് എന്ന ആയത്ത്. ഔ ഖായിഫൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഭയപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നതെങ്കിലും അയാൾ കാഫിറാകും. ഇവിടെ ഖായിഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അയാൾക്കൊരു ഭയം തോന്നാണ്. ഇപ്പം ചില ആളുകളില്ലേ, നമ്മൾ നിർബന്ധിക്കപ്പെടാത്ത വിഷയങ്ങൾ വരെ നമ്മൾ വെറുതെ അങ്ങ് ചെയ്യും. ഇപ്പം ചില ഇസ്ലാമിൻ്റെ അടിസ്ഥാന അഖീദകളുണ്ട്, അവർ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അഖീദ മറച്ചു വെക്കും, അഖീദയെ തിരുത്തി പറയും, അഖീദയെ വളച്ചൊടിക്കും. അവർക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്ന വിഷയമൊന്നുമില്ല, മറിച്ച് അവർക്കൊരു പേടി തോന്നാണ്. അവർക്കൊരു പേടി തോന്നിയിട്ട് അവർ ഈ വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടേതായ ഒരു പേടി, ആരെങ്കിലും നിർബന്ധിക്കുന്നോ മറ്റൊന്നുമില്ല, അവരുടേതായ ഒരു പേടിയിൽ അവർക്ക് അങ്ങനെ തോന്നുകയാണ്. അത് കാരണത്താൽ ഒരുവൻ ചെയ്യുകയാണെങ്കിൽ അവനും കാഫിറാകും. ഇല്ലൽ മുക്റഹ്, മുക്റഹ് ഒഴികെ. മുക്റഹ് എന്ന് പറഞ്ഞാൽ നിർബന്ധിത അവസ്ഥയിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒഴികെ. നിർബന്ധിത അവസ്ഥ ഒന്നുകിൽ ഒരു വാക്ക് ഉച്ചരിക്കാനാകാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാനാകാം. ഒരു കാര്യം വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിത അവസ്ഥ ഉണ്ടാവോ? ഇല്ല, കാരണം ഹൃദയത്തിൻ്റെ മുകളിൽ ആർക്കും അധികാരം ചെലുത്താൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ, ഇപ്പോൾ പ്രവാചകനെ ചീത്ത പറയാൻ, ഇപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകനെ ചീത്ത പറയാൻ വേണ്ടി പറഞ്ഞു, അമ്മാർ ബിൻ യാസിറിനോട് പ്രവാചകനെ ചീത്ത പറയാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, മോശമായ വാക്ക് പറഞ്ഞു. ശേഷം പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകനെ പറ്റിപ്പോയതാണ്, ഞാൻ പറഞ്ഞു പോയതാണ്. പ്രവാചകൻ ചോദിച്ചു, കൈഫ തജിദു ഖൽബക്, അത് പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, മുത്മഇന്നുൻ ബിൽ ഈമാൻ, മനസ്സിൽ നിറയെ ഈമാനായിരുന്നു. നാവ് കൊണ്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈ നഅദു ഫഉദ്, ഇനി അവർ വീണ്ടും അങ്ങനെ ആവർത്തിച്ചാൽ താങ്കൾ വീണ്ടും പറഞ്ഞുകൊള്ളുക, പ്രശ്നമില്ല, കാരണം നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ ഒരു കുഫറിന്റെ വാക്ക് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ
അത് ഇസ്ലാം ഇളവ് നൽകിയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു ചർച്ചയുള്ളത്, നിർബന്ധിത സാഹചര്യത്തിൽ ഒരുവൻ കുഫറിന്റെ വാക്ക് പറയലാണോ നല്ലത്, അതല്ല കുഫറിന്റെ വാക്ക് പറയാതെ കൊല്ലപ്പെടുന്നതാണോ നല്ലത്? അറിയാം, അമ്മാർ ബിൻ യാസർ അറിയാമായിരുന്നല്ലോ. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് ഏറ്റവും അഫ്ളൽ അത് പറയാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തെ മക്കയിലെ കാഫിറുകൾ കെട്ടിയിടുകയും അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറയുകയാണെങ്കിൽ താങ്കളെ ഒഴിവാക്കാം. അദ്ദേഹം എന്തു പറഞ്ഞു? പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ എന്ന് പറയുന്ന വാക്കുകൾ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതാണ് ഇബ്നു ബത്താലും ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് തുടങ്ങിയ ഉലമാക്കളുടെ അഭിപ്രായം. ഇവിടെ ഷെയ്ഖ് പറയാതിരുന്ന ഒരു കാര്യമാണ്, ഹാസിൽ പറഞ്ഞു, ജാദ് പറഞ്ഞു, ഖായിഫ് പറഞ്ഞു, മുക്ര. അഞ്ചാമത്തെ ഒരു സാഹചര്യമാണ് ഒരു വ്യക്തി തെറ്റായി പറയുക. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യം തെറ്റായിക്കൊണ്ട് അറിയാതെ പറഞ്ഞു പോവുക. അത് ശർഅ് വിട്ടുവീഴ്ച നൽകിയ കാര്യമാണ്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞത്. ഒരിക്കൽ ഒരുവൻ യാത്ര ചെയ്തു പോകുമ്പോൾ അവൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു. പിന്നീട് ആ ഒട്ടകത്തെ അവന് ലഭിച്ചപ്പോൾ അവൻ സന്തോഷം കണ്ടെന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷം കാരണത്താൽ അയാൾക്ക് തെറ്റ് സംഭവിച്ചു പോയതാണ്. ഖുർആനിൽ നമ്മൾ ഉദാഹരണ ആയത്ത് എന്താണ്? റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ, അല്ലാഹുവേ പിഴവ് സംഭവിച്ചാൽ അത് കാരണത്താൽ നീ നമ്മെ പിടിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അള്ളാഹു അതിന് മറുപടിയായി ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞതായി കാണാം, ഖദ് ഫഅൽതു, ഞാനിതാ ആ ഉത്തരം നൽകിയിരിക്കുന്നു. ശേഷം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വകുല്ലുഹ മിൻ അഅ്ളമി മാ യകൂനു ഖതറ, ഈ കിതാബിൽ പറയപ്പെട്ട 10 നവാഖിദുകളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വഅക്സരി മാ യകൂനു വുഖൂഅ, ധാരാളമായി സംഭവിക്കുന്നതാണ്. ഫയജിബു അലൽ മുസ്ലിമി അൻ യഹ്ദറഹ, അത് സൂക്ഷിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. വയഖാഫ മിൻ വുഖൂഇഹി ഫീഹ, അത് സംഭവിക്കുന്നതിനെ പേടിക്കുകയും വേണം. നസ്അലുല്ലാഹ അസ്സലാമത വൽ ആഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം സലാമത്ത് ചോദിക്കുന്നു എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞ് ഈ റിസാല അദ്ദേഹം അവസാനിപ്പിച്ചു. എനിക്ക് 1-2 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞാൽ നിർത്താം, പിന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞതിൻ്റെ ആകെ തുക, ഒന്ന്, ഇസ്ലാമിനെ ബാത്തിലാക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇത് മുറാജഅ ചെയ്യണം. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ, നിങ്ങൾക്ക് അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു ഈ മജ്ലിസിന് പകരമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫിർദൗസുൽ അഅല അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ ഈ വിഷയങ്ങൾ നന്നായി നിങ്ങൾ മുറാജഅ ചെയ്യുക. ഇനി നിങ്ങൾ വായിക്കുക. ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ കിതാബ് പൂട്ടി വെച്ച് ഇറങ്ങാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. മറിച്ച് മുറാജഅ ചെയ്യുക, വീണ്ടും വീണ്ടും നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പഠിച്ച തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണല്ലോ ഞാൻ പ്രത്യേകിച്ച് വിശദീകരിച്ചത്, അത് നിങ്ങൾ നന്നായിട്ട് വിഷയം മനസ്സിലാക്കുകയും നാളെ മുതൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അതിൽ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഒരു ബിദ്അഇനെ അല്ലെങ്കിൽ ഒരു ശിർക്ക് ചെയ്യുന്ന ആളെ കണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. 10 ആൾക്ക് പറഞ്ഞു കൊടുത്താൽ അത്രയും അധികം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിൽ ഒരായത്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ, ഷിർക്കിന്റെ ഗൗരവം, അത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നാടുകളിലുള്ളവർക്ക്, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരാളെങ്കിൽ ഒരാൾ, അയാൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദഅവത്ത് സ്വീകരിച്ച് ഹഖിലേക്ക് വന്നാൽ, ഷിർക്ക് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്നത് എത്ര വലിയ പ്രതിഫലമാണ്, എത്ര വലിയ പ്രതിഫലമാണ്. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഏടുകൾ ലഭിക്കുമ്പോൾ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ നന്മകളും. അന്ന് നമുക്ക് അമലുകൾ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതായി കാണാം, ചില ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഇങ്ങനെ അധികരിപ്പിച്ച് നൽകും. അവർ അള്ളാഹുവിനോട് ചോദിക്കും, അന്നാ ലി ഹാദാ, ഇതെങ്ങനെയാണ് റബ്ബേ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുന്ന് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക് ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയ കാരണത്താലാണ്. ഇതുപോലെ ഒരു പക്ഷേ നാം മരണശേഷം പോയാൽ
നമുക്ക് അമലുകൾ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ അമലുകൾ കുറവാണെങ്കിൽ, ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ ഒരുവന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നൊരു പാഠം നാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവൻ അതനുസരിച്ച് ജീവിക്കുന്ന കാലത്തോളം, അവൻ ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും, തീരാത്ത പ്രതിഫലമായി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഏത് വിഷയത്തിലും ഷെയ്ഖ് ബിൻ ബാസിന്റെയും ഇബ്നു ഉസൈമീന്റെയും അൽബാനിയുടെയും അവരുടെ പ്രവർത്തനങ്ങളിലേക്ക്, അവരുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതിന് പകരം അവരുടെ ഇൽമിയായ ആ ജീവിതത്തിലേക്ക് അവരെങ്ങനെ ജീവിച്ചു അത് നിങ്ങൾ നോക്കാൻ വേണ്ടി തയ്യാറാവുക. അനാവശ്യമായി ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടി വന്നാൽ അവരോട് നിങ്ങൾ തർക്കം ഒഴിവാക്കുക. അത് അഹ്ലുസ് സുന്നയുടെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അരികിൽ ചില ആളുകൾ തർക്കിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക, അതല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോകാം, തർക്കിക്കാൻ ഞാനില്ല. അതുകൊണ്ട് ആരോടും തർക്കിക്കാതെ, അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച്, സലഫു സാലിഹീങ്ങളുടെ ഫഹം നാം ജീവിതത്തിൽ മുറുകെ പിടിച്ച്, ഏത് വിഷയത്തിലും സഹാബത്തിന്റെ ഫഹം അവരെങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച് നല്ല സ്വഭാവത്തിനുടമകളായി നാം അടങ്ങാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഉണർത്താനുള്ള ഒരു കാര്യം, പരസ്പരം സാഹോദര്യത്തിന്റെ വിഷയം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും പരസ്പരം ഇഷ്ടമുള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അങ്ങനെ ആക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അൽ മുതഹാബ്ബൂന ഫിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അവസാന നാളിൽ അള്ളാഹു ചോദിക്കും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എനിക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ടവരെവിടെ? അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി, ഇന്ന് ഞാൻ അവർക്ക് എന്റെ തണൽ നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാതെ, അഥവാ അർശിന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ആ ദിവസത്തിൽ അള്ളാഹു നമ്മെ അള്ളാഹുവിന്റെ തണലിൽ അല്ലെങ്കിൽ അർശിന്റെ തണലിൽ നമ്മെ വസിപ്പിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം പരസ്പരം റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ പരസ്പരം ഭിന്നിച്ചിട്ടുണ്ട് എങ്കിൽ, ദീന് ഭിന്നിക്കാൻ അനുമതി നൽകാത്ത വിഷയങ്ങളിൽ നിങ്ങൾ ഭിന്നിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധം ഒന്നിച്ച് നല്ല ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഭാഗത്ത് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പരസ്പരം മത്സരിക്കുക. ഒരുവന്റെ വേദന കണ്ടാൽ, എൻ്റെ സഹോദരന്റെ പ്രയാസം കണ്ടാൽ അത് നിങ്ങളുടെ പ്രയാസമായി നിങ്ങൾ എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, മസലുൽ മുഅ്മിനീൻ ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാണ് അവരുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ. ഇദശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിൽ ഒരു അവയവത്തിന് വേദനയുണ്ടായാൽ രാത്രി ഉറങ്ങാതെ ബാക്കിയുള്ള അവയവങ്ങൾ നിലനിൽക്കുന്നത് പോലെ, ബാക്കിയുള്ള അവയവങ്ങൾ ഉറക്കൊഴിക്കുന്നത് പോലെ മറ്റുള്ള മുസ്ലിമിന്റെ വേദന നമ്മുടെ വേദനയാകാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വിഷമിച്ച് കാണുന്നു. ജാബിറിനോട് ചോദിക്കുന്നു, യാ ജാബിർ മാലി അറാക മുൻകസിറ, ജാബിറെ എന്താ മുഖത്തൊരു വിഷമം, എന്താ മുഖത്തൊരു വിഷമം? ഇങ്ങനെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് തന്റെ സഹോദരനെ സ്നേഹിച്ച് അവർക്ക് ഖൈർ ആഗ്രഹിച്ച് അങ്ങനെ നല്ല ഒരു ബന്ധം പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹുവിന്റെ ദീൻ മോശമാകുന്ന ഈ കാലഘട്ടത്തിൽ ദീൻ സത്യസന്ധമായി പറയുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൂബാ ലിൽ ഗുറബാ, ഗുറബാക്കൾക്ക്, അപരിചിതർക്ക് ഞാനിതാ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ മനിൽ ഗുറബ, ആരാണ് അപരിചിതർ? പ്രവാചകൻ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദ അന്നാസ്, ജനങ്ങൾ മോശമാക്കിയതിനെ നന്നാക്കുന്നവരാണ്. അപ്പോൾ ദീനിൽ ഇന്ന് പല ആളുകളും അല്ലാഹുൽ മുസ്തആൻ പലതരത്തിലുള്ള ബിദ്അത്തുകൾ, ശിർക്കുകൾ, മോശമായ വാദങ്ങൾ, അനാവശ്യ തർക്കങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ അതിന്റെ പിന്നാലെ നിങ്ങൾ പോകാതെ, ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ഈ 3 പണ്ഡിതന്മാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ മാനദണ്ഡം. പക്ഷെ അതനുസരിച്ച് ഈ പണ്ഡിതന്മാർ എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കുക. അനാവശ്യ തർക്കങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും നിങ്ങൾ പോകാൻ പാടില്ല. ചില സഹോദരങ്ങളൊക്കെ ഈ തർക്കത്തിന്റെ പിന്നാലെ എത്തിയിരിക്കുന്ന അവരുടെ അവസ്ഥ അറിയുമ്പോൾ വല്ലാതെ പ്രയാസം തോന്നാറുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാം പഠിക്കുക. നമ്മുടെ തർക്കവും നമ്മുടെ അനാവശ്യ ചർച്ചകളും അള്ളാഹുവിന്റെ ദീനിന് ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു ഉയർത്തും. അത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. നമുക്ക് നല്ല നിലയിൽ അതിൽ ജോലി ചെയ്യണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു ഫീ തഅതി, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഖൈർ ചെയ്യാൻ അയാൾക്ക് അവസരം നൽകും. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആൾക്കാർക്കിടയിൽ ഫിത്നയുണ്ടാക്കാത്ത ഖൈറായ പ്രവർത്തനങ്ങളാണ് എന്ന ഉറപ്പ് നാം വരുത്തുക. തൗഹീദ് പറയുക, സുന്നത്തിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മാർഗ്ഗം മുറുകെ പിടിച്ചുകൊണ്ട് ദഅവത്ത് നടത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.